ഹായ് ഫ്രണ്ട്സ്, സീമാസ് വ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് റാഗി ദോശ ഉണ്ടാക്കണ വീഡിയോ ആയിട്ടാണ് കേട്ടോ. അപ്പോൾ കുറേ നാളായി റാഗി ദോശ ഉണ്ടാക്കണമെന്ന് വിചാരിച്ചിരിക്കണം. അപ്പോൾ ഞാൻ റാഗി പൊടിക്കാത്തത് 1 കിലോ മേടിച്ചിട്ടുണ്ട്. അതിൽ നിന്ന് 1 കപ്പ് എടുത്തു. അതുപോലെ തന്നെ 1 ടേബിൾ സ്പൂൺ ഉലുവ, അതേപോലെ 1/4 കപ്പ് ഉഴുന്നും പരിപ്പ്. അത് ഇട്ടിട്ട് നമ്മൾ നന്നായി കഴുകുക. ഒരു 3-4 പ്രാവശ്യം നന്നായി കഴുകിയിട്ട് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് മൂടി വയ്ക്കുക. ഇതിപ്പോൾ ഞാൻ ചെയ്യണത് രാത്രിയിലാണ് കേട്ടോ. അപ്പോൾ ഞാൻ രാത്രി ഇത് നന്നായി കഴുകി 3 പ്രാവശ്യം കഴുകിയതിന് ശേഷം കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് മൂടി വെച്ചു കേട്ടോ. എന്നിട്ട് ഞാൻ നേരം വെളുത്തതിന് ശേഷമാണ് പിന്നെ ഞാൻ ചെയ്യണത്. അതായത് നേരം വെളുത്ത് കഴിഞ്ഞിട്ട് ഞാനൊരു 1/4 കപ്പ് അവിൽ കണ്ട ആ അവിൽ നന്നായി കഴുകി എടുത്തിട്ട് നമ്മൾ അരക്കണേൻ്റെ തൊട്ട് ഒരു അരമണിക്കൂർ മുന്നേ നമ്മൾ കുതിർക്കാൻ വെച്ച റാഗിയിൽ അതിലേക്ക് ഇട്ട് വെക്കുക കേട്ടോ. എന്നിട്ട് ഒരു അരമണിക്കൂറോ 3/4 മണിക്കൂറോ കഴിഞ്ഞതിന് ശേഷം നമുക്കിത് മിക്സിയിലിട്ടിട്ട് നന്നായി അങ്ങോട്ട് അടിച്ചെടുക്കാം. നല്ല ഹെൽത്തി ദോശയാണ് കേട്ടോ ഇത്. കണ്ട ഇത് നമ്മൾ വെള്ളത്തിൽ ഇട്ടിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് കുതിർന്ന് കിട്ടുന്ന സാധനമാണ് അവിൽ. ചോറിന് പകരം ഉപയോഗിക്കാവുന്ന സാധനം കേട്ടോ. എന്നിട്ട് നമ്മളത് മിക്സിയിലിട്ടിട്ട് നന്നായി അടിച്ചെടുക്കുക. നന്നായി അടിച്ചെടുത്തതിന് ശേഷം ഇത് ഞാൻ കാലത്ത് ഒരു 9 മണിക്ക് ആയപ്പോഴാണ് അടിച്ചെടുത്തത് കേട്ടോ. അടിച്ചെടുത്തിട്ട് പിന്നെ ഞാൻ ഉപ്പ് ആ സമയത്ത് ഇട്ടില്ല. അത് കഴിഞ്ഞിട്ട് നന്നായി കൈ കൊണ്ട് നന്നായി ഇളക്കുക. കാരണം അതിൻ്റെ ഉള്ളിൽ ചൂടുണ്ടാവും, മിക്സിയിലെ ചൂട്. അപ്പോൾ അതൊക്കെ പോകാൻ വേണ്ടിയിട്ട്. അത് കഴിഞ്ഞ് ഞാൻ നോക്കിയപ്പോൾ ഒരു 3 മണിയൊക്കെ ആകുമ്പോഴേക്കും ഇത് നന്നായി അങ്ങോട്ട് വീർത്ത് വന്നു. കണ്ട പഞ്ഞി പോലെ ഇങ്ങനെ വീർത്ത് വന്നു. അപ്പോൾ ഞാനെന്ത് ചെയ്തെന്ന് ആ സമയത്ത് അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പൊക്കെ ഇട്ടിട്ട് നന്നായി ഇളക്കിയതിന് ശേഷം ഞാൻ വീണ്ടും അത് ഫ്രിഡ്ജിലാണ് വെച്ചത് കേട്ടോ. കാരണം പിന്നെ നമ്മളത് പുറത്ത് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് പുളിക്കും. അപ്പോൾ രാത്രി ആയപ്പോൾ ഞാൻ ഇഡ്ഡലി കുറച്ച് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. പിന്നെ അതുപോലെ തന്നെ ദോശയും ഇട്ടാണ് ഉണ്ടാക്കിയ. അപ്പോൾ ഇഡ്ഡലി തട്ടിന് എനിക്ക് കുഴി കുറവായതുകൊണ്ട് ഇതിങ്ങനെ പരന്ന് വരുള്ളൂ. എന്നാലും ഞാൻ ഇഡ്ഡലി ഉണ്ടാക്കി. അതുപോലെ അത് കഴിഞ്ഞപ്പോൾ ഇഡ്ഡലി വെന്ത് നന്നായി നല്ല ടേസ്റ്റിൽ നല്ല സ്മൂത്തായിട്ട് ഇഡ്ഡലി ഇങ്ങനെ പരന്നിട്ടായാലും നല്ല പഞ്ഞി പോലെ ഇരിക്കുന്ന ഇഡ്ഡലി ആട്ടോ. അതുണ്ടാക്കി കഴിഞ്ഞപ്പോൾ ഞാൻ പിന്നെ കുറച്ച് ദോശ ഉണ്ടാക്കാമെന്ന് വെച്ചു. നല്ല ക്രിസ്പി ദോശയായിട്ടാണ്. എണ്ണയൊന്നും ഒഴിക്കുകയോ ഒന്നും ചെയ്തിട്ടില്ല. വെറുതെ ഞാൻ ചുട്ടെടുത്തതാട്ടോ. പക്ഷെ നല്ല ക്രിസ്പി ദോശയായിട്ടാണ് അത് വന്നിരിക്കുന്നത് കേട്ടോ. അപ്പോൾ നമ്മൾ സാധാരണ നമ്മുടെ അരിമാവും ഒക്കെ ആക്കിയിട്ടുള്ള ദോശ തിന്നുമ്പോൾ നമുക്ക് ഇതും അതും അങ്ങനെ വ്യത്യാസം തോന്നില്ല. നല്ല ടേസ്റ്റുണ്ട്, നല്ല ക്രിസ്പി ഉണ്ട്. അപ്പോൾ ഞാൻ അങ്ങനെ റാഗി ദോശ ഉണ്ടാക്കി. ഇഡ്ഡലി കൊണ്ടും റാഗി കൊണ്ട് ഇഡ്ഡലി ഉണ്ടാക്കിയിട്ട് കഴിക്കാൻ നല്ല ടേസ്റ്റാട്ടോ. അപ്പം ഞാൻ ആദ്യം വിചാരിച്ചു ഇതിനിങ്ങനെ നമ്മൾ അരി ആട്ടി ഉണ്ടാക്കുന്ന ദോശയെക്കാളും ഇത് കഴിക്കുമ്പോൾ ഒരു കുത്തലോ ഒക്കെ തോന്നും. പക്ഷെ ഒന്നുമില്ല, നല്ല അടിപൊളി ക്രിസ്പിയായ ദോശയാണ് ഉണ്ടാക്കിയത് കേട്ടോ. അപ്പം നിങ്ങളെല്ലാവരും ഒരു പ്രാവശ്യം ഇതുപോലെ ഉണ്ടാക്കി നോക്കുക. വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ്, ഷെയർ ചെയ്യുക.